മഴക്കാലം തീർന്നതേയുള്ളൂ. വേനൽ പിറന്നു വീഴും മുൻപേ തന്നെ ഭാരതപ്പുഴ വറ്റിവരണ്ടു. പ്രളയകാലത്ത് ഇരുകരകൾ തൊട്ടൊഴുകിയ ഭാരതപ്പുഴയുടെ ഒറ്റപ്പാലം ഭാഗത്തു നിന്നുള്ള വേദനിപ്പിക്കുന്ന കാഴ്ചകളാണിത്. പുഴ കണ്ണീർച്ചാലായി മാറുമ്പോൾ കുടിവെള്ളത്തിനായി പുഴയെ മാത്രം ആശ്രയിക്കുന്ന പാലക്കാട്, തൃശൂർ ജില്ലകളിലെ ജനങ്ങൾ ഇന്ന് ആശങ്കയുടെ മുൾമുനയിലാണ്. ലോക നദീദിനത്തിൽ ഒറ്റപ്പാലത്തു നിന്നുള്ള ഭാരതപ്പുഴയുടെ നേർക്കാഴ്ചയാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത്. ഇന്ന് ലോക നദീദിനം. സെപ്റ്റംബറിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് ലോക നദീദിനമായി ആചരിച്ചു വരുന്നത്. പുഴകളുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുവാനും അവ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനുമാണ് ഇങ്ങനെയൊരു ദിനാചരണം. ഈ ദിനത്തിൽ ഭാരതപ്പുഴയുടെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് പങ്കുവെക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് തോരാതെ പെയ്ത മഴയിൽ ഭാരതപ്പുഴ നിറഞ്ഞു കവിഞ്ഞ് കുത്തിയൊലിച്ച് ഒഴുകുകയായിരുന്നു. പ്രശസ്ത ഫോട്ടോഗ്രാഫർ ജ്യോതി തേക്കിൻകാട്ടിൽ പകർത്തിയ ഈ ആകാശ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇരുകരകൾ മുട്ടി അലയൊലികളാൽ ഇരമ്പിയാർത്തങ്ങനെ മുറിയാതെ കുത്തിയൊലിച്ച് ഒഴുകിയിരുന്നു ഭാരതപ്പുഴ. അന്ന് മായന്നൂർ പാലത്തിനു മുകളിൽ പുഴയുടെ ചന്തം ആസ്വദിക്കാൻ എത്തിയവരാരും ഇന്ന് പുഴയുടെ ഈ കണ്ണുനീർ കാണുന്നില്ല. മെലിഞ്ഞുണങ്ങി വറ്റിവരണ്ട് അങ്ങിങ്ങായി മുറിഞ്ഞ നീർച്ചാലുകളാണ് പുഴയുടെ ഇന്നത്തെ അവശേഷിപ്പുകൾ. വരണ്ടുണങ്ങിയ മണൽത്തിട്ടകൾ, ഉണങ്ങിക്കരിഞ്ഞ പുൽത്തകിടികൾ, ഒഴുകിയടിഞ്ഞ അവശിഷ്ടങ്ങൾ, ഇതുമാത്രമാണ് ഇന്ന് പുഴ. ഇവിടെ പുഴയുണ്ടായിരുന്നു എന്നതിന് സാക്ഷ്യപ്പെടുത്താനായി ഒരു തുള്ളി ദാഹജലം ബാക്കിയുണ്ട്. അതിനപ്പുറം പരന്നുകിടക്കുന്ന മണൽ പരവതാനിയായി നിലമാറി. സായാജ്ഞങ്ങൾ ചിലവിടാൻ മണൽപ്പരപ്പിലെത്തുന്നവർക്ക് മീനുകൾ പോലും ചത്തുപൊങ്ങുന്ന ദയനീയമായ കാഴ്ചകൾ കാണാം. അവശേഷിക്കുന്ന നീർച്ചാലുകൾ കൂടി വരണ്ടാൽ പുഴയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന മായന്നൂർ നിവാസികളും ഒറ്റപ്പാലം നിവാസികളും കുടിവെള്ളത്തിനായി പൊറുതിമുട്ടും എന്നത് തീർച്ചയാണ്. ഇപ്പോ ഭാരതപ്പുഴയുടെ കാര്യം പറഞ്ഞാൽ ഇവിടെ പല ഭാഗങ്ങളിലും കുഴികൾ രൂപാന്തരപ്പെട്ട് അതിനുള്ളിൽ മീനുകൾ ചത്തുപൊങ്ങി കിടക്കുകയാണ്. ഭാരതപ്പുഴയ്ക്ക് ശരിയായി ഫ്ലോ ഇല്ല, വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ആ മീനുകൾ ആ കുഴികളിൽ കടന്ന്, കുഴികളിൽ കുറച്ച് മാത്രം വെള്ളം ഉണ്ട്. ആ കുഴി മഴക്കാലം എന്ന് ഓർക്കണം കേട്ടോ. മഴ പെയ്യുന്ന സമയത്താണ്, പെട്ടെന്ന് മഴ പോയ സമയത്താണ് ഈ അവസ്ഥ കൂടെ ഉണ്ടായിരിക്കുന്നത്. മഴ പെട്ടെന്ന് പോയ അവസ്ഥയാകുമ്പോഴേക്കും ഭാരതപ്പുഴയിൽ ചില ഭാഗങ്ങൾ കുഴികളായി. അവിടെ ആ കുഴികളിൽ മത്സ്യങ്ങളെല്ലാം അവിടെ വസിക്കുന്ന മത്സ്യങ്ങളെല്ലാം അവിടെ ചത്തുപൊങ്ങുകയാണ്. കാരണം ഫ്ലോ എന്ന് പറയുന്നത് ഭാരതപ്പുഴയ്ക്കില്ല. ഫ്ലോ ഇല്ലാത്ത ഭാരതപ്പുഴ, മണ്ണിനടിയിൽ ജലം സംഭരിക്കാൻ കഴിയാത്ത ഭാരതപ്പുഴ, ഇതിനെപ്പറ്റിയാണ് നമ്മൾ പ്രത്യേകം അന്വേഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് കുടിവെള്ളം നമ്മൾക്ക് കിട്ടൂ. മീനുകൾ കൂടെ ചത്തുപോവുകയാണെങ്കിൽ, ഭാരതപ്പുഴ ചത്തുപോവുകയാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ കുടിവെള്ളം കുടിക്കാൻ കിട്ടും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഭാരതപ്പുഴയെ സംരക്ഷിക്കേണ്ട കാലം വളരെ 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 അടുത്തിരിക്കുന്നു. എല്ലാ സജ്ജനങ്ങളും ഇതിനുവേണ്ടി ശ്രമിക്കേണ്ടതാണ്. പുഴ മരിക്കാതിരിക്കട്ടെ. അനേകം തലമുറകളുടെ ദാഹം മാറ്റാനായി പുഴ നിലനിൽക്കട്ടെ. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.